സംസ്ഥാന സർക്കാർ വീണ്ടും പ്രതിരോധത്തിലാകും. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ ശബരിമല യുവതീ പ്രവേശം ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. 9-അംഗ ബെഞ്ചിനെ പരിഗണിക്കാൻ തീർച്ചപ്പെടുത്തുകയാണ്. സർക്കാർ എന്ത് നിലപാടായിരിക്കും എടുക്കുന്നത് എന്നുള്ളത് കോടതിയിൽ അറിയിക്കേണ്ടി വരും. അതെ, ഒന്നാമത് ചൂടുവെള്ളത്തിൽ ചാടിയ സർക്കാരാണ്. ഇപ്പം തണുത്ത വെള്ളം കണ്ടാൽ പോലും അറച്ചു നിൽക്കും. ഇതിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവർ പറയും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറയും. അതെ, ഇത് സർക്കാർ ഇത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞതും അതാണ്. വിശ്വാസികളുടെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ യുവതീ പ്രവേശനം പരിഗണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായ നിലപാടുകളാണ് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും അയ്യപ്പ സമാജവും എല്ലാ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾ സർക്കാരിന് ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതാണ് വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ എന്തോ ആരെയോ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽ കേൾക്കുന്ന സമയത്ത് ഇവരങ്ങ് ആസൂത്രണം ചെയ്തു. ഇത് അവർക്ക് ചിലരെ തൃപ്തിപ്പെടുത്തിയാൽ സർക്കാർ നന്നാകും, അല്ല എങ്കിൽ ചിലരുടെയൊക്കെ മതതീവ്രവാദ ഒരു മതരാഷ്ട്രവാദത്തിന് അനുകൂലമായി വരും എന്നുള്ള കുബുദ്ധികൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഉപദേശിച്ചു കൊടുത്ത ഉപദേശകന്മാരുടെ ഒരു ചെപ്പടി വിദ്യയായിരുന്നു അത്. ഇന്നെന്താ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറയുവാൻ കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ടൊന്നും പറയുന്നില്ല. കോടതിയിൽ എത്തിച്ചതാരാണ്? സർക്കാരല്ലേ, ദേവസ്വം ബോർഡല്ലേ, ദേവസ്വം മന്ത്രിയല്ലേ, ദേവസ്വം ബോർഡ് മെമ്പർമാരില്ലേ. അപ്പോൾ കോടതിയിൽ എത്തിക്കാതിരിക്കേണ്ട പൊതു താൽപ്പര്യ ഹർജികൾ അവിടുത്തെ ബഹുമാനപ്പെട്ട ഹിന്ദു മൽഹോത്ര പോലുള്ള ജഡ്ജിമാരെ വിധിന്യായത്തിലേക്ക് എത്തിച്ചതാരാ? ഈ സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് ഇത് ഭൂരിപക്ഷം വരുന്ന വിശ്വാസമെന്ന് നിങ്ങൾ പറയുന്നത് ന്യൂനപക്ഷമായ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലാണ്. മറ്റ് ന്യൂനപക്ഷങ്ങളെ ഏത് രീതിയിൽ സർക്കാർ കാണുന്നോ ഹൈന്ദവ വിശ്വാസികളെയും അത് കാണണം. അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് കലിയുഗ വരദൻ ശ്രീധർമ്മശാസ്താവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും കലിയുഗ വരദനാണ്. ഇത് നിസാരമായിട്ടൊരു വിശ്വാസത്തിൽ അപ്പുറം മനുഷ്യ സങ്കല്പത്തിൽ ജനിച്ച് അവതാര പുരുഷനായിട്ട് വന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു ആധ്യാത്മികയിൽ കുറഞ്ഞൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ശബരിമല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM, ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ ഇത്തരത്തിലുള്ള സ്ത്രീകളെ അവിടെ കയറ്റുന്നതിനെക്കുറിച്ച് ഒരു പുനർചിന്തയ്ക്ക് അവലോകനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തികച്ചും RSSൻ്റെയൊക്കെ ചില അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കുകയില്ല. ഇത് സർക്കാർ തീരുമാനിച്ച സ്ത്രീകൾക്കും അവിടെ കയറണം. എന്താ ബഹുമാനപ്പെട്ട ഹിന്ദു മൽഹോത്ര ജഡ്ജി അവർ പറഞ്ഞത്? നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആചാര്യനായിട്ടുള്ള മാധവജിയുടെ ക്ഷേത്ര ചൈതന്യ രഹസ്യമെന്നുള്ള ബുക്കാണ് അവർ റെഫറൻസ് ഗ്രന്ഥമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പദവിവ്രത 50 വയസ്സിന് മുകളിൽ താഴെ 12 വയസ്സിന് മുകളിൽ ഉള്ള ഋതുമതികളായ സ്ത്രീകൾ കന്യകാത്വമുള്ള ധർമ്മശാസ്താവിൻ്റെ അടുത്ത് പ്രവേശനം പാടില്ല. ഇത് നൂറ്റാണ്ടുകൾക്കപ്പുറം ക്രിസ്തുവിനും ഏടിക്കപ്പുറം ഈ ഒരു ആചാരം ഭാരതത്തിൽ കേരളത്തിൽ നിലകൊള്ളുന്നതാണ്. അതിനെ ലംഘിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ പുല്ലുവില ഈ സർക്കാർ എടുത്തിട്ടില്ല. കാരണം സർക്കാരിന് ഈശ്വര വിശ്വാസമില്ല. മതം മനുഷ്യന് മയക്കുന്ന കറുപ്പാണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ വെറും അന്ധവിശ്വാസമാണ്. അങ്ങനെ ഒരു ശക്തിയില്ല. ഇന്ന് അതിന് പ്രവർത്തിച്ച കുടുംബങ്ങളെല്ലാം നട്ടോട്ട് ഓടുന്നില്ലേ. ശബരിമല യുവതി പ്രവേശ സമയത്ത് NSS അറിയാം എടുത്ത നിലപാട്. അവരാണ് നാമജപ ഘോഷയാത്രയുമായിട്ട് തെരുവിലിറങ്ങിയത്.
ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇപ്പോൾ സർക്കാർ അവരെ വലയിലാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ NSS കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഇക്കാര്യത്തിനകത്ത് ഭക്തരുടെ ആ ഒരു വിശ്വാസത്തെ സംരക്ഷിക്കുന്നതായിരിക്കണം സർക്കാരിൻ്റെ നിലപാടെന്ന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു NSS അടുത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ സർക്കാർ എടുക്കുന്ന തീരുമാനം, പക്ഷേ ഈ കേസ് നീണ്ടുപോകും, നമുക്കറിയാം. 9 അംഗ ബെഞ്ചിനെ തീർച്ചപ്പെടുത്താൻ പോവുകയാണ്. ഇതിനും കാലങ്ങളിൽ നീണ്ടുപോകും. പക്ഷേ ഇവർ തന്നെയാണ്, LDF തന്നെ തുടർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും യുവതീ പ്രവേശ വിഷയം കോടതിയിൽ അതിനനുകൂലമായ രീതിയിൽ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും കേരളത്തിലെ വിശ്വാസികളെ, കേരളത്തിലെന്നുള്ള രാജ്യത്തെ വിശ്വാസികളെ കെണിയിൽപ്പെടുത്തുകയാണ്. അത് ഇപ്പം ദീപ ഗുപ്ത, അദ്ദേഹമാണ് വക്കീലിനെ കൊണ്ട് സർക്കാർ ചെയ്യിപ്പിക്കുവാൻ പോകുന്നത് എന്താ? വീണ്ടും സമയം നീട്ടിവെച്ച് ഇലക്ഷൻ വരെ മാറ്റുവാൻ പറയും. ഇലക്ഷന് 9 അംഗ ബെഞ്ച്, ബഹുമാനപ്പെട്ട 9 അംഗ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഇലക്ഷനെതിരായിട്ട് വരും. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ കേരളത്തിലൊരു BJPക്ക് അനുകൂലമായ തരംഗം വരികയാണ് എങ്കിൽ സർക്കാർ മുച്ചൂടും അഴിമതിയിൽ കൊണ്ട് മൂടി നിൽക്കുകയാണ്. ശാസ്താവ് തന്നെ ഈ സമയത്ത് തന്നെ ആലോചിച്ച് നോക്കണം, അയ്യപ്പ സംഗമം നടത്താൻ അവരുടെ തലയിൽ കൊടുത്ത ബുദ്ധി. ഇത് ശരിക്കും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് സാക്ഷാൽ അന്ധവിശ്വാസമല്ല, വിശ്വാസമാണ്. സർവശക്തനായ കലിയുഗവരതൻ ധർമ്മശാസ്താവിരുന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇവരുടെ വാകളിലെല്ലാം വിരട സരസ്വതി സഹാക്കളിൽ ഈശ്വരവിശ്വാസമുള്ളവരുടെ എത്തിക്കുന്നത് അതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി 9 അംഗ ബെഞ്ച് വാദത്തിനെടുക്കും. ഇപ്പോൾ ദീപ ഗുപ്ത എന്ന് പറയുന്ന ജഡ്ജി അപേക്ഷ കൊടുത്താലും പരിഗണിക്കാൻ ഒക്കുകയില്ല എന്ന് പറയും. കേന്ദ്ര അറ്റോർണി ജനറൽ ആ രീതിയിലുള്ള ഒരു അനാലിസിസ് ബഹുമാനപ്പെട്ട 9 അംഗ ബെഞ്ചിന് കൊടുക്കും. അപ്പോൾ ഇതിൽ പറ്റുവാൻ പോകുന്നത് ഇടതുപക്ഷക്കാർ ഈ മത സാമുദായിക സംഘടനയായ NSSനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ഇനി ഇതിലില്ല, കൈ ഒഴിയണം. അപ്പോൾ അവർ തന്നെ പിണറായിയെ സ്തുതിച്ച പാട്ടാണ് ഇവിടെ വരുന്നത്, കാരണഭൂതൻ ആര്. അപ്പോൾ വേറൊരു കാര്യം, ഈ നാമജപ ഘോഷയാത്രയിൽ ഇറങ്ങിയ ജനങ്ങൾക്കറിയാം വീണ്ടും പിണറായി വിജയൻ സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ യുവതീ പ്രവേശത്തിന് അനുകൂലമായ ഒരു നിലപാടായിരിക്കും കോടതിയിൽ ധരിപ്പിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വോട്ട് ബാങ്കിലും ചോർച്ചയുണ്ടാകും. സുകുമാരൻ നായർ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും സുകുമാരൻ നായർ പറയുന്നത് പോലെ ഇനി അണികളൊട്ട് നിൽക്കുകയുമില്ല എന്നുള്ളതാണ്. കറക്റ്റ്, ചേട്ടൻ പറഞ്ഞതാണ് 100% കറക്റ്റ്. ഒരു NSSൻ്റെ ജനറൽ സെക്രട്ടറി കിടങ്ങൂരോ അത് കഴിഞ്ഞിട്ടുള്ള നാരായണപ്പണിക്കരോ പറഞ്ഞാൽ ഒരുവിധം കേൾക്കുമായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹമൊന്നും പറഞ്ഞാൽ യോഗങ്ങൾ കേൾക്കുകയില്ല, കരയിലുള്ള യോഗങ്ങളാണ്. ആ യോഗങ്ങൾ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കും. ഇലക്ഷനിൽ കോർപ്പറേഷനിൽ കണ്ടത് അതാണ്, പാർലമെൻറ്റിൽ കണ്ടത് അതാണ്. പാർലമെൻറ്റിൽ ഇതിൻ്റെ കൊയ്ത്ത് UDFകാർ കൊണ്ടുപോയി എങ്കിൽ തന്നെയും അതിൻ്റേതായ ഒരിത് NSSന് കിട്ടിയിട്ടില്ല. ഇവിടെ വരുന്ന വേറൊരു ചേതോവികാരമുണ്ട്. ഈ NSSകാരുടെ പേരിനും ഹിന്ദു സംഘടനാ നേതാക്കളുടെ പേരിനും എടുത്ത കേസ് എന്ത് ചെയ്യും? എന്തിനു വേണ്ടി അവർ കേസെടുത്തു? നാമജപത്തിനെതിരെ കേസെടുക്കണമെന്ന് ആർട്ടിക്കിളിലോ ഭരണഘടനയിലോ IPSലോ ഒരു വകുപ്പില്ല. നാമജപത്തിന് എങ്ങനെ കേസെടുക്കും? ഈ എടുത്ത കേസുകൾ സർക്കാർ എന്ത് ചെയ്യും? കൊലപാതകത്തിന് IPC ഇത്ര സെക്ഷനുണ്ട്, പ്രേരണാ കുറ്റമുണ്ട്. ഒരു ഈശ്വരവിശ്വാസത്തിൻ്റെ പേര് റോഡിലിറങ്ങി നാമജപം ചെയ്തവന് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഏത് വകുപ്പിലാണ് കേസെടുക്കുന്നത്? അപ്പോൾ എടുത്ത കേസുകൾക്ക് ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഗവൺമെൻറ് ഉത്തരം പറയട്ടെ. അതുകൊണ്ടാണ് ബുദ്ധിപൂർവം നമ്മുടെ ഗോവിന്ദൻ മാഷ് ഒഴിഞ്ഞു മാറുന്നത്. കോടതിയിലിരിക്കുന്ന കേസിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നത് ശരിയാണ്. സ്വന്തമായ കോടതിയുള്ള ഇടതുപക്ഷത്തിന് എന്നാണ് ഈ കോടതികളെല്ലാം ബഹുമാനങ്ങൾ വന്നത്? കോടതി എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ജയരാജനെ പോലുള്ള ഒരു കണ്ണൂർ പറഞ്ഞു കേട്ടില്ലേ, കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഉന്നതരുടെയും ചില അതൊക്കെ എഴുതിത്തള്ളേണ്ട കാലം കഴിഞ്ഞു. വേറൊരു മന്ത്രി പറഞ്ഞ കുന്തവും കുടച്ചക്കറവും എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കോടതിയെ പുച്ഛിക്കുന്ന അവർക്കൊരു കേസ് വന്നാൽ അവരുടെ PB ചർച്ച ചെയ്യും, അവരുടെ CC ചർച്ച ചെയ്യും. ബഹുമാനപ്പെട്ട കോടതികളെ ഒന്നും അവർക്ക് വിശ്വാസമില്ല, എല്ലാം ഭൗതികവാദങ്ങളാണ്. പിന്നെ എങ്ങനെയാണ് മാഷ് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതിയെ
ഇരിക്കുന്നത് നമ്മൾ പറയുകയില്ല. ഇപ്പോൾ കോടതി അവർക്ക് വിശ്വാസം വന്നു. കോടതി നിയമങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് ഹൈന്ദവ വിശ്വാസികളുടെ ക്ഷേത്രത്തിൽ പോയി, ശ്രീകണ്ഠേശ്വരത്ത് പോയി, ആറ്റുകാൽ പോയി, ശബരിമല പോയി, സ്വാമിയെ ശരണമയ്യപ്പ, മഹാദേവായ നമഃ, ആറ്റുകാൽ അമ്മേ, ഇത്തരം ശരണം വിളിക്കുന്നത്, നാമം പറയുന്നതിന് ഏത് സെക്ഷനിലാണ് സംസ്ഥാന സർക്കാർ കേസെടുത്തത്? അപ്പോൾ ചുരുക്കം മതരാഷ്ട്രവാദത്തിന് വേണ്ടി അർബൻ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രവും കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഹൈന്ദവർ അകന്നു പോകുന്നു എന്നുള്ള ഒരു സംശയവും ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 10-14 ഉപദേശകന്മാരിൽ ആരോ ഉപദേശിച്ചു കൊടുത്ത ഒരു ഉപദേശത്തിലാണ് എടുത്തു ചാടി അമ്മിണിമാരെയും രഹിന ഫാത്തിമമാരെയും അവിടെ കയറ്റിയത്. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ജ്യോത്സ്യന്മാരെയോ തമിഴ്നാട് ക്ഷേത്രത്തിൽ പോയി ഈ വെള്ളം കോരി പ്രായച്ചിത്തം ചെയ്യേണ്ട മിസ്സിസ് പിണറായിയും മകളും ഒന്നും പോകേണ്ട കാര്യമില്ല. എന്താ? അയ്യപ്പ ദോഷമുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ദോഷമുണ്ട്. അതുകൊണ്ടാണ് അവിടെ പശു തൊഴുത്ത് ചെയ്ത് രാവിലെ എഴുതിയ പശുവിനെ തൊഴുന്നത്. ഗുരുവായൂർ ശബരിമല പോയി ഇതാണോ നിങ്ങളുടെ അയ്യപ്പനെന്ന് ചോദിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇതെല്ലാം ശ്രീധർമ്മശാസ്താവ് തന്നെ ഇവർക്ക് നല്ല ബുദ്ധി കൊടുത്ത് ഇതിനുള്ള പരിഹാരക്രിയയിലേക്ക് വരുന്നത് കൊണ്ടാണ് കോടതിയിലിരിക്കുന്ന വിഷയവും 9-അംഗ ബെഞ്ചിലേക്ക് വരുന്നതിനെ വീണ്ടും ഈ ദീപാ ഗുപ്തയെ കൊണ്ട് മാറ്റിവെപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുവാൻ പോകുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് ചെയ്യുകയില്ല. കാലാകാലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന, മുമ്പ് നമുക്കറിയാം, ചേട്ടനറിയാം, പണ്ടൊക്കെ സുപ്രീം കോടതിയിൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ 3-4 വർഷം എടുക്കും. ഇപ്പം പറന്ന് കേസുകൾ തീർക്കുകയാണ്. നമുക്കറിയാം രാമജന്മഭൂമി കേസ്, അതുപോലെ തന്നെ UP-യിലുള്ള കൃഷ്ണ ജന്മസ്ഥലത്തിൻ്റെ കേസ്, ജമ്മു കാശ്മീരിലുള്ള കേസ് എല്ലാം പറന്ന് എടുക്കുന്നു. ഇവർക്ക് എങ്ങനെയെങ്കിലും അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നവരെ കേസ് നീട്ടി ലാഗ് ചെയ്ത് പോകാൻ വേണ്ടി, ഇതിനു വേണ്ടി എത്ര കോടി രൂപ നമ്മൾ നികുതികൾ കൊടുക്കുന്ന ഈ ഖജനാവിൽ നിന്ന് കൊടുത്തു വക്കീലന്മാർക്ക്, ഫ്ലൈറ്റ് യാത്രകൾക്ക്, ഇതിനുവേണ്ടി പോകുന്ന സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്. ഇതിനൊക്കെ കാശ് എന്തിനാണ് വെറുതെ ഈ യുവതി പ്രവേശനത്തിന് ഇവർ മുൻകൈയെടുത്തത്? അതുകൊണ്ട് ശ്രീധർമ്മശാസ്താവ് ഇവരെ വിടയൊന്നുമില്ല. ഇവരുടെ പാർട്ടിയുടെ ആണിക്കൽ ഇളക്കിയിട്ട് മാത്രമേ ശ്രീധർമ്മശാസ്താവ് വിടുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.